ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ? പിന്നെ ഇന്ന് ഞാനക്ക് നല്ല ഇഷ്ടമുള്ള എൻ്റെ കളക്ഷനിൽ നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ലൊരു പെർഫ്യൂമാണ് ഗുച്ചി ഇന്ത്യൻ സ്മൂത്ത്. ഞാൻ അത് മുന്നേ ഒരു പ്രാവശ്യം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവണം. ഇതാണ് അതിൻ്റെ പെട്ടി കാര്യങ്ങളൊക്കെ. ഇത് കഴിഞ്ഞ പെട്ടി വലിയ വലിയ പെട്ടി പോവും. ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടി ഇതുവരെ സൂക്ഷിച്ചത്. ഇതാദ്യം രണ്ടടി അടിക്കട്ടെ പെർഫ്യൂം. ആ ആൽക്കഹോൾ ഒന്നും കൂടെ ഇട്ടെ. നമുക്ക് അപ്പോൾ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ ഫ്രാങ്കൻസിസ് റാസ്ബെറി സാഫ്രോൺ പിയർ, മിഡിൽ നോട്ടിൽ ഡമസ്കസ് റോസ് മസ്ക് ഓറഞ്ച് ബ്ലോസം, ബേസ് നോട്ടിൽ അഗർവുഡ് ലെതർ ആംബർഗ്രിസ് പശുലി. ഓക്കെ, ഇത് ഗുച്ചി ഇന്റൻ സൂത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ നോർമലി റിവ്യൂവേഴ്സും ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഡിസൈനർ ലെവലുള്ള നല്ലൊരു ഊത് പെർഫ്യൂം, അല്ലെങ്കിൽ ഇത് ബെസ്റ്റ് ഊത് പെർഫ്യൂം തന്നെ കുറച്ച് റിവ്യൂവേഴ്സ് ഇതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസൈനർ ലെവലിൽ നമുക്ക് കിട്ടാണെങ്കിൽ ഊതിൻ്റെ ഓപ്ഷൻസ് വളരെ കുറവാണ്. ഐറിസിൻ്റെ ഓപ്ഷൻസ് പറഞ്ഞ പോലെ എന്നാൽ ഉള്ളതാണെങ്കിൽ നല്ല ഫേമസ് ഉള്ള പെർഫ്യൂംസ് ആണ്. അതാണ് ഒന്ന് ടോം ഫോർഡിൻ്റെ ഊത് വുഡ്, വെർസാച്ചിയുടെ ഊത് നോയർ, പേര് കറക്റ്റ് ഓർമ്മയില്ല. അതേപോലെ ഷോഫാറിൻ്റെ ഊത് മലക്കി, ഗർലിയാൻ്റെ ഊത് എസെൻഷ്യലും ഗുച്ചി ഇൻഡൻസ് ഊതൊക്കെ ഏതാണ്ട് ഒരേ വൈബിൽ കിടക്കുന്ന പെർഫ്യൂം കേട്ടോ. അങ്ങനെ ഇത് നമ്മളുണ്ടല്ലോ ഈ ഗുച്ചി ഇൻഡസ് ഊത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിക്ക് ഇത് ഭയങ്കര ഊതിയാണ്, ഭയങ്കര മുടിയാണ് എന്നൊക്കെ നമ്മുടെ മനസ്സ് ഊടി വരിക. ഓക്കെ, പക്ഷേ നമുക്കതൊക്കെ ഒന്ന് 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 റിവ്യൂ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു ഊത് പെർഫ്യൂം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഊത് പെർഫ്യൂം ഈ പേരിനോട് സാമ്യം. ഈ കുച്ചി ഇപ്പോൾ ഇൻഡൻസ് ഊത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേര് വേറെ ഏതെങ്കിലും പെർഫ്യൂം വെച്ചിപ്പോൾ അസോസിയേറ്റ് അഹമ്മദ് അൽ മഗരിബിയുടെ ബിൻ ഷേഖ്, അതൊരു ഇൻഡൻസ് ഊത് പെർഫ്യൂമാണ്. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ അജ്മലിൻ്റെ അമീർ ടു, അതും ഒരു ഇൻഡൻസ് ഊത് പെർഫ്യൂമാണ്. ഇതൊരു ഇൻഡൻസ് ഊത് പെർഫ്യൂമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഓക്കെ, ഇതിൽ ആൾക്കാരെ പ്ലീസിങ് ആക്കാൻ ഊത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു പ്ലീസിങ് ഇൻഗ്രീഡിയൻ്റ് അല്ല. അത് അങ്ങനെ തന്നെ അത് തീരെ പ്ലീസിങ് അല്ല. ദെൻ അഗെയിൻ അതിൻ്റെ പ്ലീസിങ് ഫാക്ടറും അത് മാസ് അപ്പീലിംഗ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് അതിൻ്റെ പൊട്ടൻറ്റ് അതിനത് കുറച്ച് അതിൻ്റെ ആ വീര്യം കുറക്കും. അങ്ങനെ വീര്യം കുറച്ചിട്ട് ഇത് ഊത് എന്നുള്ള ആ ഒരു ബ്രാക്കറ്റ് ഒന്ന് പുറത്ത് ചാടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങള് ഗുച്ചി ഇന്റൻസ് ഊത് വാങ്ങിച്ചിട്ട് ഞാൻ ഊത് പെർഫ്യൂം അടിച്ചു എന്ന് പറഞ്ഞ നാട്ടിൽ അത് ഒരിക്കലും അങ്ങനെ ആവില്ല. ഊത് പെർഫ്യൂം ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയൽ ആയിട്ടുള്ള അറബിക് പെർഫ്യൂമറിക്ക് പോകണം. അതല്ലേ നിങ്ങൾ ഭയങ്കര നീഷ് ടെറിട്ടറിയുള്ള നീഷ് ലെവലിൽ ഉള്ള പെർഫ്യൂം വാങ്ങിക്കണം. ഓക്കെ, പക്ഷേ ഈ പെർഫ്യൂമിൽ ഊതിൻ്റെ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉണ്ട്. തന്നെ അഗൈൻ സ്മെല്ലിൽ ഊതായിട്ട് വരുന്നില്ല എന്ന് മാത്രം. ഇത് എങ്ങനെയാണ് ഇത് ഞാൻ അവിടെ നോട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, എനിക്കിത് എങ്ങനെ ഇത് ഫീൽ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽമണ്ട് ഇല്ലേ, ബദാം ഒരു ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരും. അതിൻ്റെ ഒരു റിഫൈൻഡ് വെർഷനാണ് ഗുച്ചി ഇൻഡൻസ് ഊത്. ആൽമണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ റിച്ച് ആണ്. ആ ഒരു റിച്ച് സ്മെല്ലാണ് അത്, എന്തായാലും അതിലൊരു സംശയമില്ല. ഇത് റിച്ച് സ്മെല്ലാണ്, ഹൈ ക്ലാസ് സ്മെല്ലാണ്, അതിലൊരു സംശയമില്ല. ഞാൻ ഇന്നും കൂടി പെർഫ്യൂം അടിച്ച് ഇന്നൊരു ഇൻസിഡൻറ്റ്, ചെറിയൊരു സംഭവം ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പെർഫ്യൂം ഒരു 10 മണിക്ക് അടിച്ചു. ഒരു മണിക്ക് ഞാൻ 5 പുറത്തായിരുന്നു. അവൻ പുറത്തു പോയി, ഞാൻ ഈ നേരത്തെ അടിച്ച് ഞാനും പുറത്തു പോയി. ഞാൻ 12 മണിക്ക് തിരിച്ചു, ഒരു മണി 1:30ക്ക് തിരിച്ചു വന്നു. എന്നിട്ട് എൻ്റെ അനിയൻ എൻ്റെ അടുത്ത് സോഫയിലേക്ക് ഇരിക്കാൻ വന്നപ്പോൾ ഇതേതാ പെർഫ്യൂം, ഇത് ഞാൻ അറിയില്ലല്ലോ എന്ന്. ഞാൻ അത് അടിച്ചിട്ട് കുറച്ചായിരുന്നു, അതുകൊണ്ട് അവന് സ്മെല്ലും. അപ്പോൾ അവന് ഭയങ്കര പെട്ടെന്ന് സ്പാർക്ക് അടിച്ചു. അവന് അതേതാ പെർഫ്യൂം, നല്ല പെർഫ്യൂം ആണല്ലോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതേപോലെ കുറച്ച് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാനത് വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ പെർഫ്യൂം ഊത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ ഡോമിനൻ്റ് അല്ല. ഊത് അറിയുന്ന ആളുകൾക്ക് ഈ പെർഫ്യൂം ഒരു ഊത് പെർഫ്യൂം അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ അഗൈൻ നെറ്റ്സ് ഇട്ടിട്ട് വരട്ടുക, നെറ്റ്സ് ഇട്ടിട്ട് ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്മെല്ലാണ് അത്. ബദാം ചൂടാക്കി ഒരു 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 ആൽമണ്ടിന്റെ ഫ്രാഗ്രൻസ് ആണ് ഇത് ഗുച്ചി ഇൻഡൻസ് ഊത്. ഓക്കെ, പിന്നെ ഇത് ഞാൻ ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ ഇത് ഈ നമ്മുടെ നവംബർ ഡിസംബർ ഫെബ്രുവരി അടിക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് പെർഫ്യൂം. ഓക്കെ, ദി ബെസ്റ്റ് പെർഫ്യൂം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ ഈ ബിൻ ഷേഖൊക്കെ വീണ്ടും എപ്പോഴേലും അടിക്കും, അല്ലെങ്കിൽ സ്ഥിരം അടിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ് ഗുച്ചി ഇൻഡൻസ് ഊത്. കാരണം ഇത് റിഫൈൻഡ് ആണ്, റിഫൈൻഡ് അറ്റ് പീക്ക്. ഓക്കെ, ഞാൻ ഇതേപോലെ ഇത് വാങ്ങിച്ചിട്ട് ഒരു 6-8 മാസം മുന്നേ
അതിന് ശേഷം ഏതോ ഒരു ദിവസങ്ങളിൽ ഞാൻ അത് ഓഫീസിൽ അടിച്ചു പോയി. ഓഫീസിൽ അടിക്കാൻ പറ്റൂട്ടോ. അതാണ് ഇത് റിഫൈൻമെന്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഹെവി ഊതിയല്ല, ഓഫീസിൽ അടിക്കാൻ പറ്റും. അങ്ങനെ ഞാനത് ഓഫീസിൽ അടിച്ചു പോയപ്പോൾ ഇതേപോലെ ചിന്നു ചേച്ചി, എപ്പോഴും ഞങ്ങൾ സംസാരിക്കാറുള്ള ചേച്ചി, അവർ പറഞ്ഞു, എടാ ഇന്ന് ഈ അടിച്ചിരിക്കുന്നത് ഒരു ഡിഫറെന്റ് ആണല്ലോടാ, ഇപ്പോഴാണ് ഈ ഒരു പെർഫ്യൂം അടിച്ച പോലെ തോന്നിയത് എന്നുള്ളത്. അങ്ങനെ അവർക്ക് കുറച്ച് സ്ട്രോങ് പെർഫ്യൂമിനോട് താല്പര്യമുള്ള ആൾക്കാരാണ്. ഇപ്പോഴാണ് ഈ ഒരു പെർഫ്യൂം അടിച്ച പോലെ തോന്നിയത് എന്നുള്ളത്. മറ്റേതൊക്കെ അവർക്ക് ഫ്രഷ് പെർഫ്യൂം അടിച്ചു പോയി കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും, ഈ ഒരു 4 മണിക്കൂർ കഴിഞ്ഞു ആയോ, നമുക്ക് നിൽക്കുമോ നോക്കാം, അങ്ങനെ പറഞ്ഞു വിടും. ഇതടിച്ച് നോക്കുമ്പോടാ, ഇത് ഊതാണല്ലോടാ, ഇത് അടിപൊളിയായിട്ടുണ്ട്, അങ്ങനെ ഊതാന്ന് തോന്നിപ്പിക്കുന്നുണ്ട് കേട്ടോ, അതിലൊന്നും ഒരു സംശയമില്ലേ. പക്ഷെ നിങ്ങൾ പ്യുവർ ആയിട്ടുള്ള ഇൻഡൻസ് ഊതാന്നുള്ള രൂപത്തിൽ ഇതിന് അങ്ങനെ ഒന്നും കരുതണ്ടെന്ന് പറയാം. അങ്ങനെ ഇൻഡൻസ് ഒന്നും അല്ലത്. ആ ആൽമണ്ടിന്റെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ആൽമണ്ട്, ആ സ്മെല്ലാണ് ഇതിന്ന് വരുന്നത്. ഇത് കത്തുന്ന ഊത് അല്ലെങ്കിൽ ബേണിങ് ഊത് എന്നൊക്കെ ഞാൻ അങ്ങനെ തപ്പിയിട്ട് പോയ പെർഫ്യൂമാണിത്. പക്ഷെ ഇതിൻ്റെതായിട്ടുള്ള സ്മെല്ല് എനിക്ക് ഇഷ്ടമായി, അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ബേണിങ് ഊതൊന്നുമല്ല. ഓക്കെ, അത് പറയാം. ഹൈ ക്ലാസ് റിച്ച് സ്മെല്ല്. നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ റീച്ചബിൾ അല്ലാത്ത സ്മെല്ല് തന്നെ തോന്നുള്ളൂ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഈ പെർഫ്യൂമിനോട് എന്താ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെൻ പ്രൊഫൈല്, ഈ ഒരു ഇത് ഭയങ്കര കോംപ്ലക്സ് സെൻ പ്രൊഫൈലാണ് കേട്ടോ. അതായത് പെട്ടെന്ന് ആളുകൾക്ക് എന്തോ ഒരു സ്മെല്ല് നാക്കാൾ ഉപരി ഇതിനൊരു ആസോ, എന്താ ഇപ്പം ഞാൻ പറയാ, ഇതിന്റെ ഒരു കോംപ്ലക്സിറ്റിനെ ആക്സെപ്റ്റ് ചെയ്ത് ഇതൊരു പെർഫ്യൂമറിയിൽ ഭയങ്കര നല്ല അങ്ങനെ ഒരു മൈൻഡൊക്കെ ആക്കാനുള്ള ആ ഒരു പിച്ച്, അങ്ങനത്തെ ഒരു ആളുകൾ ഓഡിയൻസ് ഒന്നും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ അങ്ങനെ വളർന്നു വന്നിട്ടില്ല. ഇന്നെ പോലത്തെ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചടപടയെന്ന് പറയോ, യുവർ ഫ്രാഗ്രൻസ് ചോയ്സ് ഈസ് സൂപ്പർ ബ്രദർ, പെട്ടെന്ന് നമുക്ക് നമ്മളെ പോലത്തെ ആളുകൾക്കാണെങ്കിൽ കോംപ്ലിമെന്റ് കൊടുക്കുന്നത്, അല്ലാത്ത ഒരാൾക്ക് ഒരു സ്മെല്ല് എന്നുള്ള രൂപത്തിൽ തന്നെ അത് വിടുള്ളൂ. ഇത് കോംപ്ലക്സ് പെർഫ്യൂമാണ്. പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ട്രൈ ആക്കാൻ പറ്റിയ, നിങ്ങൾ ബ്ലൈൻഡ് ബൈ അല്ല, വിലയുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റിയ, ഇപ്പം ഈ ഒരു 4 മാസം കൊണ്ടല്ലോ നമ്മൾക്കിപ്പോൾ ഈ സമയം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചിക്കനും ബിരിയാണിയൊക്കെ തിന്നു കഴിഞ്ഞാലൊന്നും ഭയങ്കര ചൂടറിയില്ല, പെട്ടെന്ന് തന്നെ ഒരു തണവുണ്ടല്ലോ നമ്മുടെ അന്തരീക്ഷത്തിൽ. അങ്ങനെ അപ്പം ഈ സമയത്തൊക്കെ അടിച്ചാൽ നമുക്ക് തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആവുന്ന ഒരു പെർഫ്യൂം, ഒരു അടിപൊളി പെർഫ്യൂം ഗുച്ചിൻ്റെ. സോ ഇത് ലാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇത് ഒരു 3.5 മണിക്കൂറത്തോളം, ഒരു 2 മണിക്കൂർ നല്ല പ്രൊജക്ഷൻ ഉണ്ട്, പിന്നെ അവിടെ നിന്ന് 1.5 മണിക്കൂർ വീണ്ടും ഒരു മൈൽഡ് പ്രൊജക്ഷൻ ഉണ്ട്, പിന്നെ ഒരു 8-9 മണിക്കൂറുള്ളത് ലാസ്റ്റിംഗ് ഉണ്ട്. ഇത് പുതിയ ബാച്ചാണ് എൻ്റെത് പഴയ ബാച്ചല്ല. പഴയ ബാച്ച് ഒന്നും കൂടി ഹെവിയാന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് പുതിയ ബാച്ചാണ്. പക്ഷെ എന്നാലും ഇതിനൊരു നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ ഈ തണവുള്ള സമയത്തിൽ ലാസ്റ്റിംഗ് ഒന്നും ഒരു കുറവില്ല. അപ്പം അതാണ് ഗുച്ചി ഇൻഡൻസ് ഊത്. ഇത് പ്യുവർ ആയിട്ടുള്ള ഒരു ഊതാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നോക്കണ്ട. ഇത് ഒരു ഇൻഡൻസ് ഊത് വേർഷൻ അല്ല. നമുക്ക് അടുത്ത വീഡിയോയിലോ ഈ വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് കുറച്ചും കൂടി ഊതി ടൈപ്പുള്ള പെർഫ്യൂമിൻ്റെ ഉണ്ട്, നമുക്കത് റിവ്യൂ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.